നമസ്കാരം. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനെയി 2025-2026 സീസൺ രഞ്ജി ട്രോഫി ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് ജമ്മു കാശ്മീർ. ലോകത്തിലെ കടൽമാർഗമുള്ള എണ്ണച്ചരക്ക് നീക്കത്തിൻ്റെ 40%, ലോകത്തിലെ മൊത്തം ചരക്ക് നീക്കത്തിൻ്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാൻ, ഒമാൻ, UAE. കേരള ജീനോം ഡേറ്റാ സെൻറ്റർ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. ആരോഗ്യ വകുപ്പിൻ്റെ രക്തദാന പോർട്ടലിൻ്റെ പേരെന്ത്? ജീവധാര. US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ കോഡ് നെയിം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷനേത്? ജസ്റ്റിസ് JB കോശി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദികളാകുന്ന രാജ്യങ്ങൾ US, മെക്സിക്കോ, കാനഡ. ഓസ്ട്രേലിയയിലെ ഏത് ദ്വീപിലാണ് ISRO ഗഗൻയാനു വേണ്ടിയുള്ള നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? കൊക്കോസ്. ലോക വന്യജീവി ദിനം മാർച്ച് 3. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം തലയാർ പദ്ധതിയിലേക്ക് അനുവദിച്ച ജലം ഉപയോഗിക്കാൻ കേരളം ഏത് നദിയിലാണ് കോൺക്രീറ്റ് ഡാം നിർമ്മിക്കുന്നത്? പാമ്പാർ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൻ്റെ പുതിയ ഔദ്യോഗിക നാമം അബുരാജ്. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡൻ സിറ്റി നിലവിൽ വരുന്നതെവിടെ? മട്ടന്നൂർ, കണ്ണൂർ. ഇപ്പോഴത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഒരു മണിക്കൂറിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ നഗരം വാരണസി. US ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിൻ്റെ കോഡ് നെയിം ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് 4. ഇന്ത്യ 12.9 ലക്ഷം മെട്രിക് ടൺ അപൂർവ ധാതുശേഖരം കണ്ടെത്തിയത് ഏത് സംസ്ഥാനങ്ങളിലാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്. രണ്ടാമത് ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിന് വേദിയാകുന്ന വന്യജീവി സങ്കേതമായ ഡിബ്രുഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. US-ഉം ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് US തകർത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലേത്? IS ദേന. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കി മാറ്റുന്ന മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ച തീയതി 2026 മാർച്ച് 4. ഇതോടെ 1969 കേരള ഔദ്യോഗിക ഭാഷാ നിയമം റദ്ദായി. ഈ നിയമപ്രകാരം, അതായത് 1969 നിയമപ്രകാരം മലയാളവും ഇംഗ്ലീഷും കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷകളായിരുന്നു. പണിയ ഭാഷയിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ആദ്യ ഫീച്ചർ സിനിമ കാട്. വൺ വേൾഡ് വൺ ഫ്ലവർ ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജീവൻ്റെ വല എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത മലയാളി GS ഉണ്ണികൃഷ്ണൻ.